ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പൊട്ടറ്റോ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന പൊട്ടറ്റോ സ്മൈലിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് വലുപ്പമുള്ള 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ കഴുകി എടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. ഇത് സ്കിന്നോട് കൂടി തന്നെയാണ് നമ്മളത് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഓരോ പൊട്ടറ്റോൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. 3 വിസിൽ കഴിഞ്ഞ് വെന്തില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. പൊട്ടറ്റോ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റുന്ന ഈ അരികുവശം കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ പൊട്ടറ്റോ സ്മൈലിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാർക്ക് കളറുള്ള ഭാഗം ഒഴിവാക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡിൻ്റെയും കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് 3 ബ്രെഡ് പീസ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഒന്ന് കറക്കിയെടുക്കാം. പൾസ് മോഡിലിട്ട് തിരിച്ചെടുത്താലും മതി, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ്. അതിനത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനത് ബ്രെഡ് ക്രംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെയത് 3 വിസിലൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ പൊട്ടറ്റോ ഒക്കെ ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എന്താ 2 പൊട്ടറ്റോൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത്, ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഹോളിലൂടെയാണ് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതാ 2 പൊട്ടറ്റോ നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനെന്താ നമ്മൾ 2 പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2, 3, 4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ പൊട്ടറ്റോ സ്മൈലിക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുഴച്ചെടുക്കണം. കൈ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. പൊട്ടറ്റോയുടെ നനവിനനുസരിച്ചാണ് ഇനി നമ്മളിതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർക്കേണ്ടത്. ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസും ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഒട്ടും സ്റ്റിക്കി ആവാത്ത രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ ഡവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. മുകളിൽ ഡ്രൈ ആവാതിരിക്കാനാണ് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്തിരിക്കുന്നത്. അതിനത് നമ്മുടെ പൊട്ടറ്റോ മിക്സൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെന്താ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയാണ് നമുക്കിത് പൊട്ടറ്റോ സ്മൈലി ആക്കി എടുക്കേണ്ടത്. ഡ്രൈ ആയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. പരത്താനുള്ള സിലിക്കോണിൻ്റെ ഷീറ്റിനകത്ത് അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനത് ഞാൻ മാവ് പകുതിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഒരു പകുതിയാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ അതാ ഷീറ്റിലേക്ക് ഞാൻ മാവ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ സ്മൈലിക്ക് ഒരു തിക്നെസ് ഉണ്ട്, അല്ലാണ്ട് ഭയങ്കര തിന്നായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. എല്ലാ സൈഡും ഒരേ തിക്നെസ് ആവുന്നവരെയാണ് നമുക്കൊന്ന് പരത്തിയെടുക്കേണ്ടത്. തുറന്ന് നോക്കാം. ഞാൻ ഇതുപോലൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് റൗണ്ട് ഷേപ്പ് ആക്കുന്നത്. ഒരു അടപ്പൊന്ന് ഞാൻ കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം.
അങ്ങനെ ഇതാ 6 ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതാ 6 എണ്ണം നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇതുപോലെ ബാക്കിയുള്ള മാവും റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഈ അടപ്പിനകത്ത് കോൺഫ്ലവർ ഒന്ന് ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ വിടുവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഡയറക്റ്റായിട്ട് പരത്തുന്ന സമയത്ത് അല്പം കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം പരത്തുകയാണെങ്കിൽ പരത്തുന്ന ഈ കോലിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൊട്ടറ്റോ സ്മൈലി എങ്ങനെ വരയ്ക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് 2 കണ്ണാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ മാവൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്മൈലി വരയ്ക്കുന്നത്. ഇതുപോലെയാണ് എല്ലാ പൊട്ടറ്റോയും സ്മൈലി വരയ്ക്കുന്നത്. അങ്ങനെ ഇതാ പൊട്ടറ്റോ സ്മൈലി എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് എണ്ണയൊന്ന് ചൂടായോ എന്നുള്ളത് നോക്കാം. ഒരു ചെറിയൊരു പീസ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോ സ്മൈലി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അറ്റ് എ ടൈം 5 പൊട്ടറ്റോ സ്മൈലിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ചൂടോടുകൂടി കഴിക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് പോവുകയുള്ളൂ. ഇതുപോലെ സ്മൈലിയൊക്കെ വരച്ച ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പിയാണ്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി എല്ലാം ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു പൊട്ടറ്റോ സ്മൈലി ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പൊട്ടറ്റോ സ്മൈലി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീസറിൽ 1 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.